Quantum age begins. Potential and challenges. Throughout the history, new discoveries have given birth to new age. Stone Age, Bronze Age, Iron Age. Most recently, the Information Age or the Computer Age. നമ്മുടെ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ കണ്ടുപിടുത്തങ്ങളും ഓരോ കാലഘട്ടമായിട്ട് മാറുന്നുണ്ട്. ആദ്യമായി കല്ലുകൊണ്ട് നമ്മൾ ഓരോ ഉപകരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. സ്റ്റോൺ ഏജ്, ദെൻ വെങ്കലത്തിലേക്ക് ബ്രോൺസിലേക്ക് കടന്നു, പിന്നെ അയൺ ഏജ്, അതുപോലെ കമ്പ്യൂട്ടറിലേക്ക് വന്നപ്പോൾ ഇൻഫർമേഷൻ ഏജ് അഥവാ കമ്പ്യൂട്ടർ ഏജ്, അതിന് സിലിക്കൺ ഏജ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു ഏജിലേക്ക് കടക്കുകയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ പുതിയ ഏജിന്റെ പേരാണ് ക്വാണ്ടം ഏജ്. അപ്പൊ അത് തുടങ്ങുന്ന കുറച്ച് നാളായി കണ്ടുപിടിക്കുന്ന ഫിസിക്സിന്റെ ക്വാണ്ടം എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് ക്വാണ്ടം ഏജിലേക്ക് കടക്കുന്നത്. എന്താണ് ക്വാണ്ടം? വാട്ട് ഡസ് ക്വാണ്ടം മീൻ? In the world of quantum physics, the tiniest particle like atoms and electrons behave in ways that seem impossible. നമ്മൾ സാധാരണ ഇമ്പോസിബിൾ ആയി എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് ക്വാണ്ടം പാർട്ടിക്കിൾസ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്. Here, the rules of nature are strange and powerful, opening new possibilities for science and technology. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ബിഹേവിയർ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. At this scale, the rules of the game change. ഈ ഇതിലേക്ക് വരുമ്പോൾ, ക്വാണ്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് വരുന്നത്. ക്വാണ്ടത്തില് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത് രണ്ട് ഡ്യുവൽ നേച്ചർ ആയിട്ടാണ്. പാർട്ടിക്കിൾ നേച്ചർ, വേവ് നേച്ചർ. അതായത് നമ്മുടെ എനർജിനൊക്കെ കൺസിഡർ ചെയ്യുന്നത് വേവ് ആയിട്ടായിരുന്നു, മാറ്റർ പാർട്ടിക്കിൾ ആണ്. എന്നാൽ ഇതെല്ലാം മാറ്റർ ആയിക്കോട്ടെ ലൈറ്റ് ആയിക്കോട്ടെ, ഇവ രണ്ടും എപ്പോഴും എന്താണ് പാർട്ടിക്കിൾ നേച്ചർ കാണിക്കുന്നു, വേവ് നേച്ചർ കാണിക്കുന്നു എന്നുള്ളതാണ് ക്വാണ്ടം അവയർനെസ് എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ. വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി. ലൈറ്റ് ആൻഡ് മാറ്റർ ക്യാൻ ബി ബിഹേവ് ബോത്ത് as വേവ് ആൻഡ് as പാർട്ടിക്കിൾ. രണ്ടുമായിട്ട്, പാർട്ടിക്കിളായിട്ട് വേവ് ആയിട്ട് ഈ മാറ്ററിനെ ബിഹേവ് ചെയ്യാവുന്നതാണ്. അടുത്ത എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സൂപ്പർപോസിഷൻ ആണ്. സൂപ്പർപോസിഷൻ എന്ന് പറയുന്നത് ഇഫ് യു ഫ്ലിപ്പ് എ മാജിക് കോയിൻ ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ലാൻഡിങ് as ഹെഡ് ഓഫ് ടെയിൽ, ഇറ്റ്സ് ബോത്ത് അറ്റ് വൺ. അതായത് നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു ടോൺ കോസ് ചെയ്താൽ നമുക്കറിയാം ഹെഡ് ഉണ്ട് ടെയിൽ ഉണ്ട്, ഇതാണ് നമ്മുടെ നോർമൽ കേസ്. എന്നാൽ ക്വാണ്ടത്തില് ഇത് രണ്ടും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് കൂടി. A quantum particle can be in two places or two states at once. A quantum particle can be two states at once. Imagine a magic coin that, when flipped, does not land as head or tail but as both until you look. നമ്മൾ നോക്കുന്നിടം വരെ അതെന്ത് ചെയ്യാണ്, അത് രണ്ടും കൂടിയുള്ള പൊസിഷനിലാണ് വന്ന് വീണിരിക്കുന്നത്. അതായത് ഹെഡും ആണ് ടെയിലും ആണ്, രണ്ടും കൂടി ഇത് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് വന്നു. ഇതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. സൂപ്പർ പൊസിഷന്റെ ഒരു എക്സാമ്പിൾ ആണ് സ്ക്രോഡിഞ്ചർ ക്യാറ്റ്. അതായത് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, ആ ബോക്സിൽ ഒരു ക്യാറ്റ് ഉണ്ട്, ക്യാറ്റ്. അപ്പൊ ആ ക്യാറ്റിന് മാത്രമല്ല അതിൻ്റെ അകത്ത് പോയിസൺ ഒക്കെ ഉണ്ട്. ഇപ്പൊ പോയിസൺ ഒരു പത്രത്തിലേക്കാണ് വെച്ചിരിക്കുന്നതെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് സ്ക്രോഡിഞ്ചറിന്റെ ഒരു തോട്ട് എക്സ്പെരിമെന്റ് ആണ്. അപ്പോ പൂച്ച ആ പോയിസണിൽ ടച്ച് ചെയ്യാനും അത് മരിക്കാനും ഉള്ള സാധ്യതയുണ്ട്, അല്ല അതിനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കാനും ഒരു സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുന്നിടം വരെ ആ പൂച്ച രണ്ട് കണ്ടീഷനിലാണ്, ഡെഡ് ഓർ അല്ലേ. രണ്ട് കണ്ടീഷനിലും എന്താണ് അവിടെ നമുക്ക് സാധിക്കും. അപ്പൊ അവിടെ നമ്മൾ നോക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ, അത് അവിടെ പൂച്ച മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാം. അതിന്റെ ആക്ച്വൽ ഇത് നമുക്കറിയാം. അപ്പോ അതാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നിടം വരെ അതിന് രണ്ട് സ്റ്റേറ്റും ഉണ്ട്, രണ്ട് സ്റ്റേറ്റും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അടുത്താണ് എൻടാങ്കിൾമെന്റ്. Two particles can be linked so that changing one instantly changes the other, no matter how far apart they are. എത്ര അകലത്തിലാണെങ്കിലും ഒരെണ്ണം മാറ്റിയാൽ അതുമായിട്ട് എൻടാങ്കിൾ ചെയ്തിട്ടുള്ള മറ്റൊരു വസ്തു അത് ഒരുമിച്ച് തന്നെ മാറും. ഉദാഹരണത്തിന് നമ്മുടെ രണ്ട് കോയിനുകളുണ്ട്, രണ്ട് കോയിനുകൾ പറയുന്ന പോലെ ക്വാണ്ടം എൻടാങ്കിൾഡ് ആണ് എങ്കിൽ ഒരിടത്ത് അത് ടോയിൻ ക്ലോസ് ചെയ്ത് ഹെഡ് വീണമെങ്കിൽ അതിനുമായിട്ട് ക്വാണ്ടം എൻടാങ്കിൾ ചെയ്തിട്ടുള്ള മറ്റൊരു കോയിൻ എന്ത് ചെയ്യണം, അത് എവിടെയായിക്കോട്ടെ അത് ഹെഡ് തന്നെ വീഴും. ഉദാഹരണത്തിന് നിങ്ങൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോയിൻ ടോസ് ചെയ്തു, അവിടെ ഹെഡാണ് വേണ്ടത്. എന്നാൽ അതുമായിട്ട് ക്വാണ്ടം എൻടാങ്കിൾഡ് ചെയ്തിട്ടുള്ള ഒരു കോയിൻ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ
അമേരിക്കയിലോ മറ്റെവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അതെന്താണ്, ആ ഹെഡ് തന്നെ വീഴുള്ളൂ. ഓക്കെ, ഇനി അല്ല നമ്മളൊരു ഡൈസ് ആണ് ഇടുന്നതെങ്കിൽ ഡൈസിൽ നമ്മൾ ഇട്ടപ്പോൾ 5 വീഴും. അപ്പോൾ അതുമായിട്ട് ക്വാണ്ടം എൻറ്റാങ്കിളിൽ ചെയ്തിട്ടുള്ള ഒരു ഡൈസ് എന്ത് ചെയ്യണം, ലോകത്ത് എവിടെയാണെങ്കിലും അത് 5 തന്നെ വീഴും. ഓക്കെ, ഇതാണ് ക്വാണ്ടം എൻറ്റാങ്കിൾ. അപ്പോൾ ക്വാണ്ടത്തിന്റെ ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. വേവ് പാർട്ടിക്കിൾ ആണ്, സൂപ്പർ പൊസിഷൻ ഉണ്ട്, എൻറ്റാങ്കിൾമെന്റ് പറയും. ഓക്കെ, ഇനി അടുത്ത മെഷർമെന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് അതിന് ഒരു മാറ്റം ഉണ്ടാകും. ഓക്കെ, ഇൻ ക്വാണ്ടം ഫിസിക്സ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് സംതിങ് ക്യാൻ ചേഞ്ച്. വെറുതെ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ അതിന് എന്താവുന്നുണ്ട്, ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മളിപ്പോ അതിന് ഒരു അനലോഗി പറയുകയാണെങ്കിൽ, നമ്മളൊരു സോപ്പ് ബബിൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. സോപ്പ് ബബിളിനെ നമ്മൾ നോക്കിയത് കൊണ്ട് മാത്രം അത് കിട്ടിപ്പോകുന്നു. ഓക്കെ, നോക്കിയില്ലെങ്കിൽ അത് അവിടെ തന്നെ തന്നെ ഒബ്സർവ് ചെയ്തത് കൊണ്ട് അതിനൊരു ചേഞ്ച് ഉണ്ടായി. ഓക്കെ, ഇത് ക്വാണ്ടത്തിലേക്ക് വരുമ്പോഴാണ് ആപ്ലിക്കബിൾ ആവുക. അപ്പൊ നമ്മൾ ഒരു ഇലക്ട്രോണിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. ഇതാണ് എന്താ പറയുക, മെഷർമെന്റ് ചെയ്യുന്ന, അതായത് ഒബ്സർവ് ചെയ്യുമ്പോഴും അതിനൊരു മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ക്വാണ്ടത്തിന്റെ അടുത്ത പേരെന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ സൂപ്പർ പൊസിഷൻ, വേവ് പാർട്ടിക്കിൾ, എൻറ്റാങ്കിൾമെന്റ്, മെഷർമെന്റ്, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു പുതിയൊരു ലോകമാണ് നമുക്ക് ക്വാണ്ടം എന്ന് പറയുന്നത്. ക്വാണ്ടം ലോകം വളരെ സ്ട്രേഞ്ച് ആണെങ്കിലും പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വളരെയധികം പോസിബിലിറ്റീസ് നമുക്ക് തുറന്നിട്ടുണ്ട്. ഓക്കെ, ദീസ് സ്ട്രേഞ്ച് ഐഡിയാസ് ആർ നോട്ട് ജസ്റ്റ് ഫൺ ഫോർ സയന്റിസ്റ്റ്. They power everyday technologies, lasers, MRI scanners, LEDs, even our smartphone displays all use quantum effects. നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ക്വാണ്ടം എഫക്റ്റിൽ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അത് നമുക്കറിയില്ല എങ്കിലും അത് ക്വാണ്ടത്തിലൂടെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ 1900 തുടക്കത്താണ് എന്ത് ചെയ്യുന്നത്, ക്വാണ്ടം ഫിസിക്സിന്റെ ബെർത്ത്, ഒറിജിൻ എന്ന് പറയുന്നത്. 1900 മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫോട്ടോണിനെ അല്ലെങ്കിൽ എനർജി ക്വാണ്ടൈസർ ആണ് പറയുന്നത്. എനർജി ക്വാണ്ടൈസർ ആണ് എന്ന് പറഞ്ഞാൽ എനർജീനെ നമുക്ക് എന്താണ്, ഓരോ വേവ് പാക്കറ്റുകളായിട്ടാണ് വരുന്നത് എന്ന് പറയുന്നത്. ക്വാണ്ടം ആണ് എന്ന് പറഞ്ഞാൽ ഓരോ പാക്കറ്റുകളാണ്. അതായത് ഉദാഹരണത്തിന് നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടല്ല, ഡിസ്ക്രീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടല്ല വരുന്നത്. അതെന്താണ്, കണ്ടിന്യൂസിന് പകരം ഓരോ പാക്കറ്റുകളായിട്ട് വരുന്നത്. നമുക്ക് ഇപ്പൊ പാല് മേടിക്കുന്ന, പാലുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, പാല് മേടിക്കുന്നത് നമ്മളൊരു സൊസൈറ്റി പോയി പാല് മേടിക്കുകയാണെങ്കിൽ നമുക്ക് 1 ലിറ്റർ, 1.5 ലിറ്റർ, 1 ലിറ്റർ 200 മില്ലി ലിറ്റർ, അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും മേടിക്കാം. ഓക്കെ, അങ്ങനെയാണ് മേടിക്കാൻ പറ്റും. എന്നാൽ നമ്മളൊരു കടയിൽ പോയിട്ട് മേടിക്കുകയാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കുകയാണെങ്കിൽ ഓരോ പാക്കറ്റ് കിട്ടുള്ളൂ. 1 ലിറ്ററിന്റെ പാക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അരയും ചേർത്ത് 1 ലിറ്റർ അല്ലെ, പിന്നെ 1/2 ലിറ്റർ, 1.5 ലിറ്റർ, അതായത് 3 പാക്കറ്റ് എടുത്താൽ 1.5 ലിറ്റർ. അല്ലാതെ നമുക്ക് 1 ലിറ്റർ 200 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് എടുത്ത് സ്വീകരിക്കാൻ സാധിക്കില്ല, മേടിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇതുപോലെയാണ് എനർജി. എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈസർ ആണ്. അപ്പോ എന്താണ്, ഒരു ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് 1 ഇൻറ്റു അല്ലെങ്കിൽ 2 ഇൻറ്റു 3 ഇൻറ്റു എന്ന് പറയുന്ന ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണ് ഈ എനർജി എന്ന് പറയുന്നത്. അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പോയിന്റ് ഇട്ട്, ഒരു ഡെസിമൽ പ്ലേസ് ഇട്ട് ഉള്ള നമ്പർ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂസ് അല്ലത്. അത് എനർജി എന്താണ്, ഇവിടെ സെപ്പറേറ്റ്, അതായത് നമുക്ക് ക്വാണ്ടയാണ് സെപ്പറേറ്റ് വേവ് പാക്കറ്റുകളായിട്ടാണ് ലഭിക്കുന്നത്. ഇതാണ് ക്വാണ്ടത്തിന്റെ ഏറ്റവും ബേസിക്. അതാണ് മാക്സ് പ്ലാങ്കിന്റെ ഐഡിയ എന്ന് പറയുന്നത്. 1905 ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നതിലൂടെ ഇത് കുറച്ചുകൂടി പ്രചാരത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ 1905 ഐൻസ്റ്റീന്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ആണ് നമുക്ക് ഐൻസ്റ്റീന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പൊ അതോടുകൂടി കുറച്ചുകൂടി ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് കുറച്ചുകൂടി എന്താ പറയുക, എല്ലാവരിലേക്ക് എത്താൻ തുടങ്ങി. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ സർഫസ് ഉണ്ട്. ആ മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രോൺസിന് മൂവ്മെന്റ് ഉണ്ടാകും, അങ്ങനെ ഒരു കറണ്ട് അവിടെ ഉണ്ടാകുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് അല്ലെ. അപ്പോൾ ഫോട്ടോൺസ് വന്ന് വീഴുമ്പോൾ, ലൈറ്റ് വന്ന് വീഴുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പൊ അത് ഒബ്സർവ് ചെയ്തത് മറ്റു സയന്റിസ്റ്റുകളാണെങ്കിലും അവിടെ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരുന്നത് ഐൻസ്റ്റീൻ ആണ് അതിന് ക്വാണ്ടം മെക്കാനിക്സിന്റെ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നീട് വരുന്നതാണ് ഷ്രോഡിഞ്ചർ ഹെയ്സൻബർഗിന്റെ ക്വാണ്ടം തിയറി വരുന്നു. അപ്പോ അതിൽ നിന്ന് ഇലക്ട്രോണിക്സിന്റെ ഒരുപാട് ബേസിക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 1947 ട്രാൻസിസ്റ്റർ, ഇതിൽ കാണുന്ന പോലെ ട്രാൻസിസ്റ്റർ ദ ബ്രെയിൻ ചൈൽഡ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയാ, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അതായത് നമുക്കൊരു കാര്യം വരുമ്പോൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ഒരു നേച്ചർ ട്രാൻസിസ്റ്ററിലൂടെയാണ് കിട്ടുക. അപ്പൊ ട്രാൻസിസ്റ്റർ കണ്ടുപിടിക്കപ്പെടുന്ന 1947 അതില് ട്രാൻസിസ്റ്ററിന്റെ പ്രത്യേകത ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുക. അപ്പോൾ അത് വന്നതോടുകൂടിയാണ് നമ്മുടെ ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള
കമ്പ്യൂട്ടറുകളും ഫോണുകളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളൊക്കെ ഉണ്ടാകുന്നത്. ആ ട്രാൻസിസ്റ്ററിൽ നിന്നാണ് IC ചിപ്പുകളിലേക്കൊക്കെ മാറുന്നത്. ട്രാൻസിസ്റ്റർ ആണ് അതിന്റെ ഏറ്റവും ബേസിക് കമ്പോണന്റ് എന്ന് പറയാം. ഡയോഡുകൾ അതിന് മുമ്പ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ട്രാൻസിസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ ക്വാണ്ടം മെക്കാനിക്സിൽ കൂടെ ഒരു കാര്യം വരുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന നേച്ചറിലേക്ക് ബ്രെയിൻ ചൈൽഡ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് തന്നെ. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ടെക്നോളജി മാറി വരുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഇതാണ് മാഗ്നറ്റിക് റെസൊണൻസ് അനുസരിച്ച് MRI സ്കാനിങ് വഴി കൊണ്ടുവരുന്നു. പിന്നെ ലേസറുകൾ 1960 ലേസറുകൾ കൊണ്ടുവരുന്നു. പിന്നെ സെമി കണ്ടക്ടർ ഡിവൈസുകൾ, ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി, LCD ഡിസ്പ്ലേകളൊക്കെ വരുന്നത് ഈ ക്വാണ്ടത്തിന്റെ ബേസ് ചെയ്തിട്ടാണ്. ക്രിപ്റ്റോഗ്രഫി അറിയാലോ. ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് അതിനെ മറ്റൊരു രീതിയിലേക്ക് ആക്കിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് പണ്ട് കാലത്ത് ഉപയോഗിക്കുന്നത് നേരെ തന്നെ അയച്ചിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ക്രിപ്റ്റോഗ്രഫിയിൽ മറ്റൊരു രീതിയിലാണ് അയക്കുന്നെങ്കിൽ സാധിക്കില്ല. അത് കിട്ടുന്ന ആൾക്ക് അത് എന്താണെന്ന് ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 എൻഡ് പോയിന്റുകളിലാണ് നമ്മൾ വാട്സാപ്പിന്റെ പരസ്യം കാണുന്ന പോലെ അവിടെ അയക്കുന്ന ആൾക്കും കിട്ടുന്ന ആൾക്കും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് ആ രീതിയിൽ വായിക്കാൻ പറ്റുക. അല്ലാത്തവർക്കൊക്കെ അതെന്തായിട്ടാണ് കാണുക, അതൊരു കോഡ് മാത്രമായിരിക്കും. ഒരു കോഡ് മാത്രമായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കോഡ് മാത്രമായിട്ടായിരിക്കും. ഇത് ആ കോഡിനെ ഒരിക്കലും ഡീകോഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫിയിലേക്ക് വരുന്നു. അപ്പോൾ അത് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫിയിലേക്ക് വരാൻ നേരത്ത് അത് വളരെയധികം എന്താണ് സെക്യൂർഡ് ആണെന്നാണ് പറയുന്നത്. ഇനി ക്വാണ്ടം കമ്പ്യൂട്ടറിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടർ, പിന്നെ ക്വാണ്ടം സെൻസറുകൾ, ക്വാണ്ടം ബ്ലോക്കുകൾ. അപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ് ഇതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയാം. ക്വാണ്ടം സെൻസറുകളൊക്കെ വരാൻ നേരത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ലോകത്ത് എങ്ങനെയാണ് ക്വാണ്ടം മാറ്റം വരുത്തിയതെന്നും ഇനി മാറ്റം വരുത്താൻ പോകുന്ന വലിയൊരു ചേഞ്ച്, അതാണ് നമ്മുടെ ക്വാണ്ടം ഏജ് എന്ന് പറയുന്നത്. അപ്പൊ കുറേയധികം കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വന്നു. നമ്മുടെ ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ദൂരത്തിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചു. ഇനി എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ഇനി മാറ്റം വരാൻ പോകുന്നതും കൂടിയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഹൗ ഈസ് ഇറ്റ് ഡിഫറെന്റ്? കമ്പ്യൂട്ടിംഗ് ഈസ് ഡിഫറെന്റ്. ഹൗ? നമ്മുടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടറിൽ ബിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് 0 or 1, അതായത് ഓൺ ഓർ ഓഫ് പൊസിഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1 കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ഓൺ പൊസിഷൻ അല്ലെങ്കിൽ ഓഫ് പൊസിഷൻ, ഈ രണ്ടെണ്ണം ചേർന്നാണ് ഒരു ബിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് കണ്ടീഷൻ അവിടെ ഉള്ളൂ. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടർ വരുമ്പോഴത്തേക്ക് അതിന് ക്യൂബിറ്റ് ആണ്. ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ 0 or 1 അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ചാവുന്ന കണ്ടീഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർ പൊസിഷൻ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന കണ്ടീഷൻ കൂടി ക്യൂബിറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എത്ര ക്യൂബിറ്റ് ഉണ്ടോ, അതായത് രണ്ടും കൂടി ഒരുമിച്ചാവാനുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അത് അത്രയും അധികം എനോർമസ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പവർ ആണ് നൽകുന്നത്. പെട്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടിംഗ് പവർ എന്തിനു നൽകുന്നുണ്ട്? ക്യൂബിറ്റ് കാരണം നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് കിട്ടുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് വരുന്നതാണ് അടുത്ത ക്വാണ്ടം എൻടാംഗിൾമെന്റ്. എന്താണ്? 2 ക്യൂബിറ്റ്സ് ബിഹേവ് ലൈക്ക് പെർഫെക്റ്റ്ലി സിങ്ക്രണൈസ്ഡ് ക്യൂബ്സ്. അതായത് 2 ക്യൂബിറ്റ് ഉണ്ട് എങ്കിൽ ആ 2 ക്യൂബിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അത് എൻടാംഗിൾഡ് ആണ് എങ്കിൽ ഒരെണ്ണം ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റേതും എന്ത് ചെയ്യും? അതിനനുസരിച്ച് തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. സിങ്ക്രണൈസ്ഡ് ആണ്, ഒരുമിച്ച് തന്നെ ആ മാറ്റം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ അതാണ് എൻടാംഗിൾമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ, ക്യൂബിറ്റും എൻടാംഗിൾമെന്റും ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ വളരെ ഡിഫറെന്റ് ആക്കി മാറ്റുന്നത്. ഇപ്പോ നമ്മള് നോർമൽ കമ്പ്യൂട്ടർ ആണ് ഇപ്പൊ ഒരു മേസ് ഇവിടുത്തെ ഒരു ക്വിസ് സോൾവ് ചെയ്യുന്നതെങ്കിൽ, ആ പസിൽ സോൾവ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഓരോ പാത്തും ഓരോ തവണ ചെക്ക് ചെയ്ത് നോക്കും. അതായത് ഈ പാത്തിലൂടെ പോകാൻ പറ്റും, അടുത്ത പാത്തിലൂടെ പോകാൻ പറ്റും. ഓരോ തവണയായിട്ടാണ് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ഇത് നോർമൽ കമ്പ്യൂട്ടർ എന്ന് പറയാം, ക്ലാസിക്കൽ കമ്പ്യൂട്ടർ എന്ന് പറയാം. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടർ എന്താ ചെയ്യുക? അറ്റ് എ ടൈം അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യും? എല്ലാ പോസിബിൾ പാത്തിലൂടെ ഒരുമിച്ച് തന്നെ ചെക്ക് ചെയ്യാൻ ഇത് നോക്കാൻ പറ്റും. അതുകൊണ്ട് എന്താ സംഭവിക്കുക? പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് അത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിശ്ചിത ഒരേ സമയം തന്നെ എല്ലാ ഡയറക്ഷനിലേക്കും അല്ലെങ്കിൽ എല്ലാ പോസിബിലിറ്റീസും ചെക്ക് ചെയ്ത് അതിന്റെ അകത്ത് ഏതാണോ കറക്റ്റ്, അതായത് ആ മേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള കൃത്യമായ എക്സിറ്റ് കിട്ടുന്നത് അത് വളരെ ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടർ പറ്റും. അതിന് കാരണം ഈ എൻടാംഗിൾമെന്റ്, സൂപ്പർപോസിഷൻ ഒക്കെ ഉള്ളതാണ്. എല്ലാ പോസിബിലിറ്റീസും ഒരേ സമയത്ത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. ലൈറ്റ് നമുക്കറിയാം വളരെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എടുക്കുക. ഓക്കെ, കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണ് എപ്പോഴും കവർ ചെയ്യുന്നത്. നോർമലി അത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ അത് ഇത് ചെയ്യുന്നതിന് കാരണം ആ സോഴ്സിൽ നിന്ന് ആ ലൈറ്റ് എല്ലാ പോസിബിലിറ്റിയും ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അത് ട്രാവൽ ചെയ്യുന്നത്. ആ സമയത്ത് പോസിബിലിറ്റീസ് ചെക്ക് ചെയ്തിട്ട് പോരുമ്പോൾ അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് വരുന്നത് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുള്ളൂ, ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവിടെ പോസിബിലിറ്റി നഷ്ടപ്പെട്ടിട്ട് പോകുന്നു. ഓക്കെ, പൊട്ടൻഷ്യൽ ആൻഡ് ചലഞ്ചസ്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അൺബ്രേക്കബിൾ സെക്യൂരിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ ഹൈലി സെക്യൂർഡ് ആണ്.
Quantum communication offers perfect encryption. Any eavesdrop is instantly detected. അതായത് എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വളരെയധികം എൻക്രിപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ആള് മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ എൻക്രിപ്റ്റഡ് ആയിട്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ആയിരിക്കും. അപ്പോൾ അതിന്റെ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും സാധിക്കുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ് കാൽക്കുലേഷൻസ് ആണ്. നമ്മൾ പറഞ്ഞു എന്താണ് ഇത് എല്ലാ പാർട്ടും ഒറ്റ ടൈമിലാണ് ചെക്ക് ചെയ്ത് നോക്കുക. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആ ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ക്വാണ്ടം എറയുടെ വളരെ വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ഇതെല്ലാം ചെയ്ത് നോക്കാൻ സാധിക്കുന്നുണ്ട്. ന്യൂ മെറ്റീരിയൽസ് ആൻഡ് സയൻസ്. ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പുതിയ മോളിക്യൂൾസിനെ സിമുലേറ്റ് ചെയ്യാം. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ക്യാൻ സിമുലേറ്റ് മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽസ് ഇൻവെന്റിംഗ് ന്യൂ മെഡിസിൻസ്, ബാറ്ററീസ്, മെറ്റീരിയൽസ് ദാറ്റ് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് ക്യാൻ. അതായത് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ലിമിറ്റേഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, പുതിയ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ പുതിയ മോളിക്യൂൾസിനെ സിമുലേറ്റ് ചെയ്തിട്ട് പുതിയ മെറ്റീരിയൽസ് ആണ് മെഡിസിൻസ്, ഡ്രഗ്സ് ആവാം, ആ മെഡിസിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ ബാറ്ററീസ്, വെയിറ്റ്ലെസ് ആയിട്ടുള്ള കൂടുതൽ ചാർജ് നിൽക്കുന്ന അങ്ങനെയുള്ള ഇതിലേക്കുള്ള പോസിബിലിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. ഇനി അൾട്രാ പ്രിസൈസ് സെൻസേഴ്സ് ആൻഡ് ക്ലോക്സ്. ഇപ്പൊ നമുക്കറിയാം സെൻസറുകളൊക്കെ നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന റോബോട്ടിക് കാലഘട്ടത്തിൽ എന്താണ് വളരെ അധികം പ്രധാനപ്പെട്ടാണ്. അപ്പൊ നമ്മളെല്ലാം മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് എന്താണ്, ക്ലൈമറ്റ്, വെതർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു എർത്ത് കേക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്ക് മുൻപേ തിരിച്ചറിയാനുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള സെൻസറുകൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എന്താ നാവിഗേഷന് സഹായിക്കുന്നു, സെൻസറുകൾ ഉപയോഗിച്ചിട്ടുള്ള നാവിഗേഷൻ സഹായിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വലിയ അധികം മാറ്റങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്. ആ പൊട്ടൻഷ്യൽ, അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഇത് 4 പോയിന്റുകളാണ് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കമ്പ്യൂട്ടറുകളുടെ എല്ലാ അഡ്വാൻസ് ലെവലിലേക്കാണ് അപ്പൊ ക്വാണ്ടം കമ്പ്യൂട്ടർ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇതിന് കുറെ അധികം ചലഞ്ചസ് ഉണ്ട്. ഹാർനസിംഗ് ദ പവർ ഓഫ് ക്വാണ്ടം ഫിസിക്സ് ഈസ് നോട്ട് ഈസി. അതായത് നമുക്ക് പെട്ടെന്ന് അതിന്റെ എന്താ പറയുക, അതിന്റെ ഫലം ഇങ്ങനെ കിട്ടില്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് കുറെ അധികം ചലഞ്ചസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, അത് ഫ്രജൈലാണ്. ലൈക്ക് പ്ലേസ് സ്പിന്നിങ് ഓൺ സ്റ്റിക്സ്, എ ജെന്റിൽ ബ്രീസ് ആൻഡ് ദേ. അല്ലെ, നമ്മൾ ഇപ്പൊ ഒരു ചീട്ടോട്ടാനൊക്കെ അടിച്ചു വെച്ചേക്കാന്ന് വിചാരിക്കും. അത് വളരെ ഫ്രജൈലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഒരു ചെറിയൊരു ശ്വാസം അതിലേക്ക് കൊടുത്താൽ പോലും എന്ത് ചെയ്യും, അതെല്ലാം കൂടി താഴോട്ട് വരും. അതുപോലെയാണ് ക്യൂബിറ്റ്സിന്റെ കേസ്. ക്യൂബിറ്റ്സ് വളരെ ഫ്രജൈലാണ്, പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇതുപോലെ തകർന്ന് വീഴാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ അത് നിർമ്മിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, അതിന് എററുകൾ ഉണ്ടാകുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് മസ്റ്റ് ഗെറ്റ് അൾട്രാ കോൾഡ് ആൻഡ് കറക്റ്റിംഗ് മിസ്റ്റേക്ക് ഇസ് എ ഹ്യൂജ് ചലഞ്ച്. അത് നിർമ്മിച്ചെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, അൾട്രാ കോൾഡ് ആയിട്ടുള്ള കണ്ടീഷനുകൾ വേണം. അപ്പൊ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എററുകൾ, ഇപ്പൊ ഫ്രജൈൽ ക്യൂബിറ്റ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന എററുകളൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ എറർ കൂടുതലാണ് ഇപ്പോഴത്തെ കേസിൽ വരുമ്പോൾ ആ എററുകൾ കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ചലഞ്ച് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് കൊണ്ടുവരണം. അപ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ പൊട്ടൻഷ്യലിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം തെറ്റായ വിവരങ്ങൾ അതിന് നമുക്ക് വേണം. ആ എററുകൾ കുറച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുക, അതിനെ അതിൻ്റെതായ രീതിയിൽ ആ പൊട്ടൻഷ്യലിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ കേസ് നോക്കുമ്പോൾ നമ്മുടെ നോർമൽ കമ്പ്യൂട്ടറുകളിലെ സോഫ്റ്റ്വെയറുകൾ ഒരുപാട് വികസിച്ചിട്ടുണ്ട്. പണ്ട് ആദ്യത്തെ കാലത്തെ പോലെ എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് മനുഷ്യൻ ഹ്യൂമൻ ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ മാത്രം മനസ്സിലാവുന്ന സോഫ്റ്റ്വെയറുകളിൽ നിന്ന് നമുക്ക് വളരെയധികം എളുപ്പത്തിലേക്ക് മാറുന്ന ഓരോ സോഫ്റ്റ്വെയറുകളും നമ്മൾ മാറി വരുമ്പോൾ നമുക്കറിയാം അത് പെട്ടെന്ന് മനുഷ്യനും കൂടി പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലേക്കുള്ള സോഫ്റ്റ്വെയർ കോഡുകളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. എങ്കിൽ ക്വാണ്ടത്തിന്റെ കേസിലേക്ക്, ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ കേസിലേക്ക് വരുമ്പോൾ അതിന്റെ സോഫ്റ്റ്വെയറുകൾ ഇപ്പോഴും എന്താ പറയാ, ഒരു തുടക്ക സ്റ്റേജിൽ മാത്രമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുള്ള സമയം വേണ്ടി വരും, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതൊരു ചലഞ്ചാണ്. എന്തായാലും മാറിക്കൂടായില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, നമ്മുടെ നേരത്തെ ഉള്ള ആദ്യം ഈ കമ്പ്യൂട്ടറുകൾ തന്നെ ആദ്യത്തെ ഡോസ് കമാൻഡ് അല്ലെങ്കിൽ കമാൻഡ് എഴുതി ഓരോ കാര്യങ്ങൾ ഫയൽ ലീക്ക് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറുന്നുണ്ട് എങ്കിൽ അതുപോലെ തന്നെയുള്ള സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതൊരു ചലഞ്ച് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. പിന്നെ ഉള്ളതാണ് ട്രാൻസിഷൻ ടൈം എടുക്കുന്ന, അതായത് നമുക്ക് എല്ലായിടത്തും കമ്പ്യൂട്ടറുകളൊക്കെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മാറ്റം ക്വാണ്ടം കമ്പ്യൂട്ടറിലേക്ക് എത്തണമെങ്കിൽ വളരെ സമയം എടുത്തിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഈ പറയുന്ന ബിൽഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാം. അൾട്രാ കോൾഡ് കണ്ടീഷൻ വേണം. അപ്പൊ ഇതിൽ നിന്ന് സാധാരണ നോർമൽ കമ്പ്യൂട്ടിംഗിൽ നിന്ന് ക്വാണ്ടം കമ്പ്യൂട്ടറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സമയം എടുക്കും. ട്രാൻസിഷൻ ടൈം
കുറച്ചുകൂടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് ഒരു ചലഞ്ചായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ആദ്യകാലത്ത് പെയിന്റ് എന്ന് പറയുന്നത് ഒരു 3-4 കളറോ ഉണ്ടായിരുന്നു വിചാരിക്കാം. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ ഓൺലി റെഡ്, യെല്ലോ ആൻഡ് ബ്ലാക്ക് വേർ അവൈലബിൾ. ഈ 3 കളർ കൊണ്ടാണ് നമ്മൾ എല്ലാ കളറുകളും നിർമ്മിച്ചെടുത്തത്. പതുക്കെ കെമിസ്ട്രി പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ബ്ലൂ, ഗ്രീൻ, പല കളറുകൾ ഡിസ്കവർ ചെയ്തു. അങ്ങനെ പുതിയ ചിത്രങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. എന്നാൽ നമുക്ക് അതുപോലെ തന്നെ ഇവിടെയും പറയാൻ സാധിക്കും, എന്താണ് ക്വാണ്ടം ഏജ് എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് കളറുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി അവിടെ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ ചിത്രങ്ങൾ നമുക്ക് എഴുതി അല്ലെങ്കിൽ വരച്ച് ചേർക്കാൻ സാധിക്കും. The quantum age is like discovering thousands of new colors. What will our generation create with this new palette? നമുക്ക് എന്തൊക്കെയാണ് പുതിയ പാലറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. The quantum age opens a world of extraordinary possibilities and innovation. നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ അതിന്റെ പോസിബിലിറ്റീസ് ഒക്കെ പറഞ്ഞു. ആ പോസിബിലിറ്റീസും അതിന്റെ എന്താ പറയാ, നമുക്ക് വേണ്ടസ് ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നു, ഒരു സമയം തന്നെ എൻടാങ്കിൾമെന്റ് നടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യുക തന്നെ വേണം. പക്ഷെ അത് ചെയ്തിരിക്കും. കാരണം നമ്മുടെ ശാസ്ത്രം എപ്പോഴും അങ്ങനെയാണ്, ആ ചലഞ്ചസിനെ മാറ്റിയിട്ടാണ് നമ്മൾ എപ്പോഴും മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ക്വാണ്ടം ഏജ് ഉടനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പുതിയ തലത്തിലേക്ക് പോയിട്ടുണ്ടാവും. The quantum age will need dreamers, thinkers and inventors. Are you ready to help shape the future? അതായത് നമുക്കിനി എന്ത് വേണം, ക്വാണ്ടം ഏജിനെ കുറിച്ച് നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ പറ്റണം, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റണം, അതിലെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവണം. അപ്പൊ ഈ 3 കാര്യങ്ങളും ഉള്ളവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്വാണ്ടത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ ആയിരിക്കാം എന്ന് ഡ്രീം ചെയ്യുന്നതാണ്. അത് പിന്നെ എന്ത് ചെയ്യുന്നു, തിങ്ക് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് ഇൻവെൻഷൻസ് ഉണ്ടാവുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ഇതില് ഒരു ഔട്ട്കം ഉണ്ടാവുക, അതിനൊരു വളർച്ച ഉണ്ടാവുക. ആ വളർച്ചയിലാണ് നമുക്ക് വലിയ ടെക്നോളജിക്കൽ മാറ്റങ്ങൾ ഉണ്ടാവുക. സമൂഹത്തിലെ ക്വാണ്ടം ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. NMMS പരീക്ഷ എഴുതുന്ന കുട്ടികളാണ് എല്ലാവരും. നമ്മുടെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് NMMS പരീക്ഷ നമുക്കറിയാം. അപ്പൊ അതിന് നമുക്ക് പാഠങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്, ചെറിയ ക്ലാസ്സിൽ പഠിച്ച പോർഷൻസിൽ നിന്നൊക്കെ വരുന്നുണ്ട് ചോദ്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയാണ് എങ്കിലും അത് കുട്ടികൾ എന്ത് ചെയ്യണം, ചെയ്ത് പഠിച്ചിട്ടുണ്ടാണ്. അപ്പൊ നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് നമ്മുടെ ഈ ആപ്പിലൂടെ, അല്ലെങ്കിൽ ആപ്പ് എന്ന് പറയുന്നത് APK ഉണ്ട് എങ്കിൽ പോലും അത് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല. പക്ഷെ നമുക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും വെബ്സൈറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആക്സസ് ചെയ്യാം. അപ്പൊ NMMS എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. ഗൂഗിൾ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തതിന് ശേഷം NMMS എടുത്ത് നോക്കിയാൽ നമുക്ക് സാറ്റും മാറ്റും രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അകത്ത് ടോപ്പിക് വൈസ് തന്നെയായിട്ട് ആൻസർ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഓരോ ടെസ്റ്റുകൾ കഴിയുമ്പോൾ എത്രമാത്രം പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്, പിന്നെ നമ്മൾ എത്രമാത്രം അങ്ങനെ പ്രോഗ്രസ് ഉണ്ടാവുന്ന കാണുമ്പോൾ തന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ നിലവിൽ അത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാറ്റും സാറ്റിന്റെ ക്വസ്റ്റ്യൻസ് അവിടെ അവൈലബിൾ ആണ്. പരിധി ഉണ്ട് എന്നാൽ പോലും അവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് സാറ്റ് ഉള്ളതുണ്ട്. അപ്പൊ അത് ഓരോ ടോപ്പിക്കില് നമുക്ക് ഒരു 30-15 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതാണ് ഉണ്ടാവുക. അപ്പൊ നിശ്ചിത സമയത്ത് അത് ആൻസർ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ടൈമർ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾ നോക്കുക.